ഹലോ സ്റ്റുഡൻസ്, ഓക്കെ, നമുക്ക് നമ്മുടെ പുതിയ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, വളരെ യൂസ്ഫുൾ ആയ സബ്ജക്റ്റാണ്, ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും ഉപയോഗമുള്ള ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ, നമ്മുടെ ഇൻകം ടാക്സിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ, അതേപോലെ തന്നെ പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, tax is an important source of income of the government. So, like every individual, government also needs fund for its various activities. നമ്മളുടെ ഒരു വ്യക്തിയുടെ പോലെ തന്നെ ഗവൺമെൻറ്റിനും എന്തുണ്ട്, ഒരുപാട് ഫണ്ടിൻ്റെ ആവശ്യകത ഉണ്ട് അല്ലേ. അതായത് ഡിഫെൻസ് ആവാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിരിക്കാം, എഡ്യൂക്കേഷൻ ഫീൽഡിൽ, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ. സോ ഗവൺമെൻറ്റിനും ഫണ്ടിൻ്റെ ആവശ്യകത ഉണ്ട്. സോ അതിൽ ടാക്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് ടാക്സ്: ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. Direct tax means the payment of tax directly by the people to the government. That is, the incidence and payment of tax is vested in one person. It is called direct tax. അതായത് നമ്മൾ ടാക്സ്, ഒരു വ്യക്തി ടാക്സ് അടയ്ക്കുന്നത് നേരിട്ട് ഗവൺമെൻറ്റിലേക്കൊരു ജനങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഇൻസിഡൻസ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി, ടാക്സ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി. അതേപോലെ ആക്ച്വലി ടാക്സ് പേ ചെയ്യുന്നതും ഒരേ വ്യക്തിയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇഫ് ദ ഇൻസിഡൻസ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് വെസ്റ്റഡ് ഇൻ വൺ പേഴ്സൺ, ഇറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ടാക്സ്. എക്സാമ്പിൾ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. നെക്സ്റ്റ്, ഇഫ് ഇൻസിഡൻസ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് വെസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് പേഴ്സൺസ്, ഇറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് ടാക്സ്. കോൾഡ് CALLED ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സോ ഇൻസിഡൻസ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, അതായത് ലയബിലിറ്റി ആൻഡ് പേയ്മെൻറ്റ് വെസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് പേഴ്സൺസ് അല്ലേ. അതായത് ലയബിലിറ്റി ഒരാൾക്കാണ്, പക്ഷേ പേയ്മെൻറ്റ് നടത്തുന്നത് വേറൊരാളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ്. എക്സാമ്പിൾ GST. ദാറ്റ് ഈസ് ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻഡയറക്ട്ലി ടു ദി ഗവൺമെൻറ്. നമ്മൾ പേയ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അപ്പം GST, നമ്മളിപ്പോൾ ഏത് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിലും നമ്മൾ ടാക്സ് അടയ്ക്കണം. പക്ഷെ നമ്മളല്ല ടാക്സ് അടയ്ക്കുന്നത്, അത് ബിസിനസ്മെൻസ് അല്ലേ, അതായത് സെല്ലേഴ്സാണ് എന്ത് ചെയ്യുന്നത്, GST ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്, കൺസ്യൂമേഴ്സ് അല്ല. നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ആര് വാങ്ങുന്നു? ബിസിനസ്മെൻസ് വാങ്ങുന്നു, ദെൻ അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. സോ വി ആർ പേയിങ് ടാക്സ് ഇൻഡയറക്ട്ലി ടു ദി ഗവൺമെൻറ്. ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. അതുകൂടാതെ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങളുടെ മുകളിലും നമ്മൾ GST മുഖേന എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കുന്നു. സോ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെയാണ്? ടാക്സ് തന്നെയാണ്. നെക്സ്റ്റ്, ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഇൻകം ടാക്സ് വാസ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഇൻകം ടാക്സ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 1860 ബൈ സർ ജെയിംസ് വിൽസൺ. ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷറാണ് എന്ത് ചെയ്യുന്നത്? ഇൻകം ടാക്സ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ആക്ച്വലി ഇൻകം ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഓർഡർ ടു സോൾവ് ദി ബർഡൻ ഓഫ് ദി വാർ, ബർഡൻ ഓഫ് ദി ഫിനാൻഷ്യൽ പ്രോബ്ലം ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡ്യൂ ടു ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓർ സിപ്പോയ് മ്യൂട്ടിനി. അതായത് 1857 നിങ്ങൾക്കറിയാം, 1857 ആദ്യത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ദാറ്റ് ഈസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അത് മൂലം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചു. സോ ആ ഒരു ഫിനാൻഷ്യൽ ലോസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യക്കാരുടെ മുകളിൽ എന്ത് കൊണ്ടുവന്നത്? ഇൻകം ടാക്സ് കൊണ്ടുവന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹു ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. Then year by year amendment was occurred. Okay, in 1961 an act was passed. It was followed now. 1961 ആക്ട് പ്രകാരമാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൽ പറയുന്ന ആക്റ്റാണ്, റൂൾസാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. സോ 1860 കൊണ്ടുവന്നത്. ദെൻ അതിനുശേഷം അമെൻമെൻറ്റുകൾ ഓരോ വർഷം ഇൻകം ടാക്സിൽ അമെൻമെൻറ്റുകൾ വരുത്തുന്നുണ്ട്.
Okay, next definition of income tax. Income tax means tax on the total income of the assessee earned by him during the previous year. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഓൺ ദി ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി. അസസി എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണ്. അസസിക്ക് ഉണ്ടായിട്ടുള്ള ടോട്ടൽ ഇൻകത്തിന് മുകളിൽ കൊടുക്കുന്ന ടാക്സ് ആണെന്ത് ഇൻകം ടാക്സ്. ആൻഡ് ഇറ്റ് വാസ് ഇൻകേർഡ് ബൈ ഹിം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഇനി ഇതിൽ ഈ പറയുന്ന ഓരോ വേർഡിൻ്റെ ഡെഫിനിഷൻ അത് പഠിച്ചാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സോ ഇൻകം ടാക്സ് മീൻസ് ടാക്സ് ഓൺ ദി, ടാക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ടാക്സ് ഈസ് എ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ പീപ്പിൾ ടു ദി ഗവൺമെൻറ്. ജനങ്ങളിലേക്ക് ഗവൺമെൻറ് നടത്തുന്ന ഒരു പേയ്മെൻ്റ് ആണ് ടാക്സ്. ഇറ്റ് മീൻസ് ഇൻകം ടാക്സ് മീൻസ് ടാക്സ് ഓൺ ദി ടോട്ടൽ ഇൻകം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ പറയേണ്ടത്, ടോട്ടൽ ഇൻകം എന്താണെന്ന് അറിയണം അല്ലേ. ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി. അസസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. ടോട്ടൽ ഇൻകം എന്താണെന്ന് അറിയണം. ഏൺഡ് ബൈ ഹിം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ എന്താണെന്ന് അറിയണം. ഓക്കെ, ഈ പറയുന്ന ഡെഫിനിഷൻസ് എല്ലാം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററും കംപ്ലീറ്റ് ആവും. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസും നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഇൻകം ടാക്സ് മീൻസ് ടാക്സ് ഓൺ ദി ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി ഏൺഡ് ബൈ ഹിം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് ടോട്ടൽ ഇൻകം അല്ലേ. ഇൻകം ടാക്സ് മീൻസ് ടാക്സ് ഓൺ ദി ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി. സോ വി വാണ്ട് ടു നോ വാട്ട് ഈസ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെഷൻ 45. സെക്ഷൻ 2 സബ്സെഷൻ 45 ആണ് ടോട്ടൽ ഇൻകം. എന്താ ടോട്ടൽ ഇൻകം നമുക്ക് ഏകദേശം ഊഹിച്ചറിയാം ടോട്ടൽ ഇൻകം. സോ ടോട്ടൽ ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ, ടോട്ടൽ ഇൻകം മീൻസ് ദ എമൗണ്ട് ലെഫ്റ്റ് after making the deductions under section 80C to 80U from gross total income. So total income എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ലെഫ്റ്റ്, അതായത് ബാലൻസ് വരുന്ന എമൗണ്ട് ആഫ്റ്റർ മേക്കിംഗ് ദ ഡിഡക്ഷൻസ്. ചില ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ചില മൈനസ് ചെയ്യുന്നത് കിഴിവ് ഇളവ് ഫ്രം അണ്ടർ സെക്ഷൻ 80C to 80U. സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ചതിന് ശേഷം, എവിടെ നിന്ന് കുറച്ചതിന് ശേഷം, ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലേ. സോ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ചാൽ കിട്ടുന്ന ഇൻകമാണ് ടോട്ടൽ ഇൻകം. സോ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ചാൽ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം അല്ലേ. അപ്പം നമുക്ക് എന്തറിയണം, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്ന് അറിയണം അല്ലേ. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറയ്ക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് അറിയണം എന്താണ്, വാട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം സെക്ഷൻ 80B സബ്സെഷൻ 5. സബ്സെക്ഷൻ The aggregate of income under the following heads is known as gross total income. താഴെ പറയുന്ന ഇൻകം അതിൻ്റെ ടോട്ടലിനെയാണ് എന്ത് പറയുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പം നമുക്ക് പ്രധാനമായിട്ടും 5 ഹെഡുകളാണ്. The aggregate of income under the following heads is known as gross total income. That is income from salaries, income from house property, profit and gains of business and profession, capital gain, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ പറയുന്ന 5 ഹെഡിലത്തെ ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് സാലറി എന്താണെന്ന് അറിയാലോ, ശമ്പളം അല്ലേ. സാലറി എന്ന വിഭാഗത്തിൽ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ലഭിക്കുന്ന ഇൻകമാണ് ഇൻകം ഫ്രം സാലറി. അത് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ഇത് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്കൊരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് റെൻറ്റ് കിട്ടും അല്ലേ. ആ വരുമാനമാണ് ഇതിൽ വരുന്നത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. അതായത് നമുക്ക് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം, അതാണ് നമ്മൾ മൂന്നാമത്തെ ഹെഡ്. ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ഡോക്ടേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ലോയേഴ്സ് അങ്ങനെ. നെക്സ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലോങ് ടേം അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ, അസറ്റ് വാങ്ങുക വിൽക്കുക, ലാൻഡ്, ഹൗസ് അല്ലേ, ഇങ്ങനെയുള്ള അസറ്റ് വാങ്ങും വിൽക്കും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇൻകം. നെക്സ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ പറയുന്ന 4 ഹെഡിലും വരാത്ത ഇൻകമാണ് ഇതിൽ വരിക, ഇൻകം ഫ്രം അതർ സോഴ്സ്. 5ാമത്തെ ഹെഡാണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അതർ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ
നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ലോട്ടറി ടിക്കറ്റ് ഉണ്ടാവില്ല, ലോട്ടറി അടിച്ചാൽ ലഭിക്കുന്ന ലോട്ടറി ടിക്കറ്റ്, ദെൻ ഡിവിഡൻറ്റിൻ്റെ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ പിന്നെ വരുന്നത് ഡിവിഡൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് വരും, ദെൻ ഡിബഞ്ചറേഴ്സിൻ്റെ ഡിവിഡൻറ്റ് വരും, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, അങ്ങനെ നമുക്ക് അതർ സോഴ്സിൽ കുറേ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റുള്ള ഇതെന്ന് വരുമാനം, ഇങ്ങനെ 5 ഹെഡിലാണ് നമുക്ക് ഇൻകം ഉള്ളത്. ഈ 5 ഹെഡിലത്തെ ഒരു വ്യക്തിക്ക് 5 ഹെഡിലെല്ലാം ഒന്നും ഉണ്ടാവില്ല, എന്നാലും 2-3 ഹെഡുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഈ പറയുന്ന 5 ഹെഡുകളുടെ ഇൻകത്തിൻ്റെ അഗ്രിഗേറ്റ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഇൻകം കുറച്ചതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം അല്ലേ. ഓക്കെ, അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം മീൻസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻകം അണ്ടർ ദി ഫോളോയിങ് 5 ഹെഡ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അസസിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻകം ടാക്സ് മീൻസ് ടാക്സ് ഓൺ ദി ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി. അപ്പോൾ ടോട്ടൽ ഇൻകം എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് അസസി എന്താണെന്ന് നോക്കാം. അസസി മീൻസ് എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ്. ടാക്സ് അടയ്ക്കാൻ ലയബിളായ വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസസി എന്ന് പറയുന്നത്. ഓക്കെ, assessee means a person who is liable to pay tax. There are 2 types of assessee, deemed assessee and assessee in default. Deemed assessee, a person who is deemed to be an assessee for some other person. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അസസി ആയിട്ട് കണക്കാക്കുന്നതിനാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരാൾ മരിച്ചാൽ അയാളുടെ നിയമപരമായുള്ള അവകാശികളാണ് അസസി ആയിട്ട് മാറുക. Assessee in default, when a person is responsible for doing any work under the act and he fails to do so, he is called assessee in default. അതായത് ഒരു വ്യക്തി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തിട്ടില്ല എങ്കിൽ ആ വ്യക്തിനെയാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയാം. സാധാരണ ഈ സാലറി കൊടുക്കുന്ന സമയത്ത് TDS കുറയ്ക്കണം എന്നുണ്ട്. അതായത് ചില ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ അങ്ങനെയാണ്, ചില ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ TDS കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ടാക്സ് സാലറിയുടെ മുകളിൽ അവരുടെ ടാക്സ് കുറച്ചിട്ടാണ് അവർക്ക് സാലറി കൊടുക്കാൻ പാടും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആ പൈസ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത് ആരാണ്, ഈ എംപ്ലോയറാണ്. അപ്പോൾ എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, TDS കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. ഇൻ കേസ് അയാൾ അത് അടച്ചില്ല എങ്കിൽ അയാളുടെ ഡ്യൂട്ടി ചെയ്തില്ല എന്നാണ് അർത്ഥം. സോ അയാളെ നമുക്ക് എന്ത് പറയാം, അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, അസസി മീൻസ് എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ്. ടാക്സ് അടയ്ക്കാൻ ലയബിളായ വ്യക്തികളെ നമുക്ക് എന്ത് പറയാം, അസസി എന്ന് പറയാം. സെക്ഷൻ 2(7) ആണ് അസസി. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അസസി മീൻസ് എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ്. ടാക്സ് അടയ്ക്കാൻ ലയബിളായ പേഴ്സൺ ആണ് എന്ത്, വ്യക്തി എന്നല്ല, പേഴ്സണെയാണ് നമ്മളെന്ത് പറയുന്നത്, അസസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടാക്സ് ആരൊക്കെ അടയ്ക്കണം, അതാണ് പേഴ്സൺ. സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പേഴ്സണെ കുറിച്ച് പറയുന്നത്. ഓക്കെ, പേഴ്സൺ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. ആരൊക്കെയാവാം, പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, എൻ ഇൻഡിവിജ്വൽ ആവാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, എ കമ്പനി, എ ഫേം, AOP or BOI, that is association of person or body of individuals, a local authority, every artificial juridical person. ഓക്കെ, അപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ല. അപ്പോൾ ടാക്സ് അടയ്ക്കുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഈ പറയുന്നവർക്കെല്ലാം ടാക്സ് അടയ്ക്കാൻ ലയബിലിറ്റി ഉണ്ട്, ഒരു വ്യക്തിക്കുണ്ട്, ഇൻഡിവിജ്വൽ. ദെൻ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതായത് ഹിന്ദു കൂട്ടുകുടുംബ പ്രകാരം ബിസിനസ് ചെയ്യുക, അങ്ങനെ അവർക്ക് ഒരു കമ്പനിക്ക് ടാക്സ് അടയ്ക്കണം. ഫേം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് ടാക്സ് അടയ്ക്കണം. അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം തുടങ്ങുന്നതാണ്. ഇപ്പോൾ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, അതിന് വേണ്ടി മാത്രം തുടങ്ങുന്ന ഒരു ഓർഗനൈസേഷൻ. ആ ഒരു ഈവൻറ്റ് കഴിയുന്നതോടുകൂടി ആ ബിസിനസ് അവിടെ അവസാനിച്ചു. സോ ആ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിന് വേണ്ടി തുടങ്ങുന്ന ആ ഈവൻറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് അവർക്ക് എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ലോക്കൽ അതോറിറ്റി, അതായത് പഞ്ചായത്ത്, അതേപോലുള്ള ഇതാണ് ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എവറി ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, അതായത് സ്വയംഭരണ അവകാശമുള്ള, അതായത് ദേവസ്വം, അതേപോലെ തന്നെ
മെയിനായിട്ട് എക്സാമ്പിൾ പറയാം, യൂണിവേഴ്സിറ്റിയാണ് നല്ലൊരു എക്സാമ്പിൾ. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വരും. ഒരു വ്യക്തി മാത്രമല്ല, ഇൻഡിവിജ്വൽ, ഹിന്ദു ആൻഡ് ഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, എ ലോക്കൽ അതോറിറ്റി, എവറി ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. അപ്പോൾ നമ്മളിത് പേഴ്സണെ കുറിച്ച് പറയാൻ കാരണം എന്താണ്? അസസി എന്ന് പറഞ്ഞാൽ ആരാണ്? അസസി മീൻസ് എ പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ്, അല്ലേ? ആ പേഴ്സൺ ആണ് ഈ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഇയറിൻ്റെ മുകളിലാണ്, അല്ലേ? നമ്മൾ ഒന്നും കൂടി ഇൻകം ടാക്സിൻ്റെ ഡെഫിനേഷൻ പറയാം. ഇൻകം ടാക്സ് മീൻസ് ടാക്സ് ഓൺ ദി ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി ഏൺ ബൈ ഹിം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ടോട്ടൽ ഇൻകം എന്താണെന്ന് പറഞ്ഞു, അസസി എന്താണെന്ന് പറഞ്ഞു, പ്രീവിയസ് ഇയർ എന്താണ്? പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുന്നേയുള്ള ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മളെന്ത് പറയുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയില്ല? അസസ്മെൻറ്റ് ഇയർ എന്താണെന്ന് അറിയണം, എന്നാലല്ലേ പ്രീവിയസ് ഇയർ എന്താണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുന്നുള്ള വർഷം. ഓക്കെ, അസസ്മെൻറ്റ് ഇയർ സെക്ഷൻ 2 സബ്സെക്ഷൻ 9 ആണ്. അസസ്മെൻറ്റ് ഇയർ മീൻസ് ദ പീരിയഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ ആൻഡ് എൻഡിങ് ഓൺ 31st March ഓഫ് നെക്സ്റ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ് ഓഫ് 12 months പീരീഡാണ്. കമൻസിങ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ, എല്ലാ വർഷവും ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ തുടങ്ങിയിട്ട് 31st March നെക്സ്റ്റ് ഇയറിൽ അവസാനിക്കുന്ന ആ ഒരു 12 monthsനെയാണ് നമ്മളെന്ത് പറയുന്നത്? അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. സോ അസസ്മെൻറ്റ് ഇയർ ഈസ് 1st April, ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയർ 1st April 2020 to 31st March 2021. ഓക്കെ, ഈ ഇയറിൻ്റെ തൊട്ട് മുന്നുള്ള വർഷത്തിനെ നമ്മളെന്ത് പറയുന്നു? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നു. സോ പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ മീൻസ് the period of 12 months commencing on first day of April every year and ending on 31st March of next year. So നമ്മുടെ ഒരു ഡെഫിനിഷനിൽ ഇൻകം ടാക്സിൻ്റെ ഡെഫിനിഷൻസ് നമ്മൾ ഫുൾ പറഞ്ഞു. ഇൻകം ടാക്സ് മീൻസ് ടാക്സ് ഓൺ ദി ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി ഏൺഡ് ബൈ ഹിം ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. മനസ്സിലായാലും ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഓൺ ദ ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി, ഒരു അസസിക്ക് ഉണ്ടാവുന്ന ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ പ്രീവിയസ് ഇയറിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഇൻകത്തിന് മുകളിൽ അടയ്ക്കുന്ന ടാക്സാണ് ഇൻകം ടാക്സ്. ഈ ഒറ്റ ഡെഫിനിഷനിൽ നമുക്ക് പ്രധാനപ്പെട്ട കുറേ ഡെഫിനിഷൻസ് പഠിച്ചു, അല്ലേ? ടാക്സ് എന്താണ്? 2 തരത്തിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, അല്ലേ? ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ മേക്കിംഗ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം, അല്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്ന് പറഞ്ഞു. പിന്നെന്താണ്? അസസി എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ്. ദെൻ അസസി പേഴ്സൺ ആരാന്ന് പറഞ്ഞു. പിന്നെ പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ഇൻകത്തിന് മുകളിലാണ് ടാക്സ് അടയ്ക്കുക എന്ന് പറഞ്ഞു. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റിന് തൊട്ട് മുന്നുള്ള വർഷമാണ് പ്രീവിയസ് ഇയർ. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ എന്താണെന്നും പറഞ്ഞു, അല്ലേ? പരസ്പരം കണക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇൻകം ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഒരു ഭാഗം. ഇനി ചെറിയൊരു പാട്ട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷായി. ചെറിയൊരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. സോ ഈ ഡെഫിനിഷൻസ് അതേപോലെ ഇതിൻ്റെ സെക്ഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.